പ്യുവർ ടെസർ സിൽക്കിന്റെ അതേ ആ ഒരു ലുക്കിലും ഫിനിഷിലും നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല പാർട്ടി വെയർ സാരീസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് കളർ പാരറ്റിലും നല്ല ഡിഫറെന്റ് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിലൊരു ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും സാരി വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. നല്ലൊരു ക്ലാസി ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സെമി പാർട്ടി വെയർ സാരീസ് ആണ് ഇന്ന് വരുന്നത് കേട്ടോ. സെമി പാർട്ടി വെയർ കം ഒരു പാർട്ടി വെയർ സാരീസ് ആണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് സെമി ടെസറിൽ നല്ലൊരു ലൈറ്റ് ഒരു ഐവറി ക്രീമാണ് ഫസ്റ്റ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. അതിലൊരു നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കും അതിലൊരു ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് സാരിക്ക്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും കണ്ടോ ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. സാരി ഫുൾ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ആയിരിക്കും എൻറ്റയർ ബോഡിയിലും വരുന്നത്. ഈ ഒരു പ്ലീറ്റ്സിന്റെ ഏരിയയും ലോവർ പോർഷനിലും എല്ലാം ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ, സെയിം സ്റ്റൈലിൽ തന്നെ. അതുപോലെ ഒരു ആന്റി കോപ്പർ ആൻഡ് സിൽവർ ആ ഒരു കോമ്പിനേഷൻ, റോസ് ഗോൾഡ് ഈ ഒരു ജെറി ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് കണ്ടോ. ഈ ഒരു സ്റ്റൈലിലാണ് ഫ്ലോറൽ ഡിസൈൻസിൽ ആ ഓരോ പെറ്റൽസും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിൽ വരുമ്പോൾ റോസ് ഗോൾഡ് ജെറി വെച്ചിട്ടായിരിക്കും വരുന്നത്. ഈ പാറ്റേൺ വരും. അതിലൊരു സിൽവർ ജെറി ചെയിൻ സ്റ്റിച്ച് പാറ്റേൺസ് കൂടി വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. വീണ്ടും നമ്മൾ പല്ലുവിന്റെ പോർഷൻ വരുമ്പോൾ കണ്ടോ ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ. ഈ ഒരു നേരിട്ട് കുറച്ചുകൂടി ഭംഗിയാണ്, വീഡിയോയിൽ എത്രത്തോളം കൺവേ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ്, കളർ പാരറ്റിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഒരു എമറാൾഡ് ഗ്രീൻ ആൻഡ് മോവ് ടോണിലായിരിക്കും. അതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്ക് വരുന്നത്. പല്ലു ഈ ഒരു പാറ്റേൺ ആട്ടോ. വീണ്ടും ഒരു മസ്റ്റേർഡ് യെല്ലോയിലുള്ള ഒരു എൻഡിങ് പോർഷൻ വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സ് ഈ ഒരു സ്റ്റൈലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഇതിലൊരു ആ ഒരു ജൂട്ട് പൂവൻ ഒരു ത്രെഡ് ബി പാറ്റേൺസ് വരുന്നുണ്ട്. ബോഡിയുടെ ടെക്സ്ചർ കണ്ടോ, സാരിയുടെ ഒരു പൂവൻ സ്റ്റൈലുള്ള ടെക്സ്ചർ വന്നിട്ട് അതിലൊരു ഷിബോരി ഡിസൈൻസ് വരുന്നുണ്ട്. ഓൾ ഓവർ ഒരു ഷിബോരി ഡിസൈൻസും അതിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരിക. എഡ്ജിൽ വരുമ്പം ക്രോഷ്യോ ലേസ് ആണ്. ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് ക്രോഷ്യോ ലേസ് ആയിരിക്കും. സെയിം ആ ഒരു ടോൺ, ഒരു ഐവറി ക്രീം ഒരു ലൈറ്റ് ചിക്കു ടോണിലുള്ള ക്രോഷ്യോ ലേസിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ സാരി സെയിം സ്റ്റൈലിൽ തന്നെ. മുന്താണി ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുമ്പോൾ രണ്ട് സ്ലീവിലും നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് പോർഷനിലും ഈ ഒരു വർക്ക് വരും. അടുത്ത സാരി വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. ഒലിവ് ഗ്രീനിലും സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും. ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. ഇതിലും ആ ഒരു ഷിബോരി ഡിസൈനിന്റെ പാറ്റേൺ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട് കണ്ടോ. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഷിബോരി പ്രിന്റ് വരുന്നത്. ബോഡിയിൽ ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു സിൽവർ ആൻഡ് ആന്റി കോപ്പർ ജെറിയിലായിരിക്കും, റോസ് ഗോൾഡ് പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും പല്ലുവിൽ വർക്ക് വരുന്നത്. ഫുൾ ആ ഒരു 3 കളർ ടോൺ കേട്ടോ. ഇതിൽ വരുമ്പോൾ നല്ലൊരു ആന്റി കോപ്പർ ആണ്, കോപ്പർ ജെറി വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഈ ഒരു പോർഷൻ വരുമ്പം സിൽവർ ആണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രൂ ഔട്ട് ദ ബോഡിയിലും ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ബോർഡർ സെയിം തന്നെയാണ്. ആ ഒരു ക്രോഷ്യോ ലേസിൽ തന്നെ ആയിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. സെയിം അതേ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും എൻറ്റയർ സാരിയിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ ഈ ഒരു മോട്ടീവ്സിലായിരിക്കും ഫുൾ സാരിയും വരുന്നത്. മുന്താണി വർക്ക് ഈ ഒരു സ്റ്റൈലാട്ടോ. ഞാനത് വർക്കിന്റെ ഡീറ്റെയിൽ കാണിക്കാം കണ്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും രണ്ട് സ്ലീവും ആ ഒരു ബ്ലൗസിന്റെ ബാക്ക് പോർഷനിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇത് ഫ്രണ്ട് പോർഷനാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു ഷാമ്പെയിൻ പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും. ഫുൾ ആ ഒരു ഷിബോരി ഡിസൈൻസ് വന്നിട്ട് ക്രോഷ്യോ ലേസിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഓരോ സാരിയുടെയും ആ ഒരു ബോഡിയിൽ വരുന്ന ഷിബോരി ഡിസൈൻസിന് ചെറിയ ചെറിയ ഡിഫറൻസ് വരും. ഈ സാരിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഷിബോരി ഡിസൈൻസ് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ആ ഒരു കോപ്പർ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. പല്ലു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരിയുടെയും. മുന്താണി വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അതിൽ കണ്ടോ ഒരു കോപ്പർ ആൻഡ് സിൽവർ പാറ്റേണിലാണ് ആ ഡിസൈൻസിലെ ആ ഒരു ഔട്ട്ലൈൻ വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന നല്ല പാർട്ടി വെയർ സാരീസാണ്. യങ്സ്റ്റേഴ്സിനും അമ്മമാർക്കും എല്ലാം ഒരുപോലെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. ഇതിനും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. രണ്ട് സ്ലീവിലും ബാക്ക് പോർഷനിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്.
നെക്സ്റ്റ് കളർ വരുന്നത് സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല സോഫ്റ്റ് കളർ പാലറ്റിലാണ് സാരി വരുന്നത്. ഇതിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേണിലും ആ ഒരു ഷിബോരി ഡിസൈനിലും ഓരോ സാരിയിലും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പം ബോഡി കണ്ടോ, ആ ഒരു ഷിബോരി ഡിസൈൻസ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇതിൽ ഫ്ലോറൽ പാറ്റേൺസും ആ ഒരു ആൻറ്റി കോപ്പർ ആൻഡ് സിൽവറിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ക്രോഷ്യോ ലേസ് വരുന്നത് അതേ സീ ഗ്രീനിൽ തന്നെയാണ്, അക്വ ഗ്രീൻ ആ ഒരു ടോണിലായിരിക്കും ക്രോഷ്യോ ലേസ് വന്നിട്ട്. പല്ലുവിൽ വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. നല്ലൊരു പാറ്റേണിലാട്ടോ എല്ലാ സാരീസിലും ആ ഒരു മുന്താണി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് പല്ലു വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്, ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. അടുത്ത കളർ ഒരു സിൽവർ ഗ്രേ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സിൽവർ ഒരു സ്റ്റീൽ ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. ഇതിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ മോട്ടീവ്സ് ആണ് വരുന്നത്. സാരിയുടെ ബോഡിയിൽ ഡിസൈൻസ് മാറി മാറി വരും. ഇതിലും ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. അതിനും ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആണ് സാരിയുടെ കളറും ആ ഒരു ഡിസൈനും കോമ്പിനേഷനും എല്ലാം കേട്ടോ. മുന്തണി ആ ഒരു പാറ്റേണിലാണ്. ഓരോ ലീഫ് ഡിസൈൻസിലും ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് ആ ഒരു ത്രെഡ് വരുന്നത്. ലീഫിന്റെ ഹാഫ് പോർഷൻ വരുമ്പം അതിലൊരു ആന്റി കോപ്പർ സെറി വരുന്നുണ്ട്, വീണ്ടും ഒരു സിൽവർ സെറി വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ വരും. വീണ്ടും ഒരു റോസ് ഗോൾഡ് പാറ്റേണിലാണ് നെക്സ്റ്റ് ലീഫ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത് സാരിയുടെ ആ ഒരു പല്ലു പോർഷൻ കേട്ടോ. എന്താണ് ഈ സാരീസ് നമുക്ക് വളരെ തിൻ ഫാബ്രിക് ആണ്. നമുക്ക് 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം നമുക്ക് ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയും നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് കേട്ടോ. ബ്ലൗസിന്റെ സ്ലീവിൽ ആ ഒരു വർക്ക് വരുന്നുണ്ടാവും, ബാക്ക് പോർഷനിലും വരുന്നുണ്ട് വർക്ക്. നെക്സ്റ്റ് സാരി വരുന്നത് വളരെ ഒരു ലൈറ്റ് കളർ പാലറ്റിലാണ് വരുന്നത്. ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്കും ലാവൻഡർ എല്ലാം കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന വളരെ സോഫ്റ്റ് കളറാണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. അതിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ, ഡിഫറെന്റ് ഡിസൈനിലാണ് സാരിയിലെ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിലെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഫുൾ ആ ഒരു വർക്ക് തന്നെയായിരിക്കും. റോസ് ഗോൾഡ് ആൻഡ് ആന്റി കോപ്പർ സിൽവർ ഈ ഒരു 3 ടോണിലായിരിക്കും ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ക്രോസ് സ്റ്റിച്ച് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. സിമ്പിൾ ലേസ് വർക്ക് ആയിരിക്കും ക്രോസ് സ്റ്റിച്ചിൽ വരിക. പല്ലു മുന്താണിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് പല്ലു. ആ ഒരു കോർണർ ടു കോർണറിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത് കണ്ടോ. റോസ് ഗോൾഡ്, സിൽവർ ആൻഡ് ആന്റി കോപ്പർ 3 ടോണിലായിരിക്കും. മുന്താണിയിലും ആ ഒരു ജോമെട്രിക്കൽ ഒരു അബ്സ്ട്രാക്ട് പ്രിന്റ് വന്നിട്ട് അതിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഒരു കോർണറിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ഫുൾ സാരിയിലും വരുന്നത് വിത്ത് ബ്ലൗസ്. സോഫ്റ്റ് സെമി ടെസ സിൽക്കിലെ നെക്സ്റ്റ് സാരീസ് ഡിഫറെന്റ് പാറ്റേണിലാണ് സാരി വരുന്നത്. ഇത് നല്ലൊരു എലഗൻ പാർട്ടി വെയർ സാരീസ് ആണ്. നല്ലൊരു കളറാണ് വരുന്നത്. ഒരു സോഫ്റ്റ് കളർ ടോണിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും കേട്ടോ ഇതിൽ വർക്ക് വരുന്നത്. ഒരു സർക്കുലർ മോട്ടീവ്സ് വന്നിട്ട് അതിലും ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്കും ഒരു ബാദല മിറർ വർക്കും വരുന്നുണ്ട് സെൻറ്ററിൽ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക കണ്ടോ. ഈ ഒരു സ്റ്റൈലിലാണ് വർക്ക് വരുന്നത്. നല്ല പാറ്റേണിലാണ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് കണ്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡർ വരുന്നത്. ബോർഡറിന്റെ എഡ്ജിലും അതേ ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ്. അതും ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ബോർഡറിൽ വരുമ്പോൾ ഒരു ബ്രൗൺ, ഐവറി ആൻഡ് റോസ് ഗോൾഡ് ഈ ഒരു 3 ടോണിലായിരിക്കും ഈ ഒരു വർക്ക് വരിക ബോർഡറിൽ. ഇത് ത്രെഡ് വർക്ക് ആട്ടോ ബോർഡറിന്റെ എഡ്ജ് വരുന്നത്. വീണ്ടും അതേ സ്റ്റൈലിൽ തന്നെയുള്ള ഒരു വർക്ക് ആയിരിക്കും ബോർഡർ ആയിട്ട് വരുന്നത്. മുന്താണി പല്ലു വരുന്നതും ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആ ഒരു ബാദല മിറർ വർക്കും ചെയിൻ സ്റ്റിച്ച് ത്രെഡിലും ആയിരിക്കും സർക്കുലർ മോട്ടീവ്സ് വരുന്നത് സാരിയുടെ പല്ലു. വീണ്ടും ആ ഒരു നല്ലൊരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു പല്ലുവിന്റെ ഡിസൈൻസ് വരുന്നത് കണ്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ഫാബ്രിക് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്യൂർ ടെസറിന്റെ അതേ ഒരു ടെക്സ്ചർ തന്നെ കേട്ടോ സാരി വരുന്നത്. സെമി ടെസർ ആണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലൊരു ക്ലാസി ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന എലഗൻ പാർട്ടി വെയർ സാരീസ് ആണ്. ഈ ഒരു സ്റ്റൈലായിരിക്കും. മുന്താണിയുടെ ഞാനൊരു ഓവറോൾ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. നല്ല കളർ പാലറ്റിലാണ് പല്ലു. ബോഡി മുന്താണിയെല്ലാം നല്ല മേർജ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് കളേഴ്സിലാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു പോൾക്ക ഡോട്ടഡ് പാറ്റേൺ വന്നിട്ട് ബ്ലൗസിന്റെ സ്ലീവിലും ബാക്ക് പോർഷനിലും അതേ വർക്ക് തന്നെയായിരിക്കും വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. വീണ്ടും നല്ലൊരു ഗ്രീൻ ആണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഇതിലും വർക്ക് വരുന്നത്. ഓരോ സാരിയിലും ആ ഒരു വർക്ക് മാറി മാറി വരും കേട്ടോ. ഇതിന്റെ ബോഡിയിൽ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. അതിലും അതേ ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും ഒരു ബാദല മിറർ വർക്കിന്റെ ഒരു മോട്ടീവ്സും വന്നിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈനിൽ വരുമ്പോൾ കണ്ടോ. നല്ലൊരു ഗ്രീൻ ആണ്. ഈ ഒരു ത്രെഡ് വ്യൂ ഡിസൈൻസ് വരുന്നത് നമ്മൾ ടെസറിലെല്ലാം വരുന്ന ഒരു ത്രെഡ് വൂവൻ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേണിലാണ് ബോഡിയുടെ ആ ഒരു ടെക്സ്ചർ വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് പല്ലു, ബോർഡർ. നമ്മളൊരു അപ്പോസ്ട്രി വർക്കിലൊക്കെ വരുന്ന ആ ഒരു ലെതറിലെല്ലാം വരുന്ന ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു മോഡലിലാണ് ഇതിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ബോർഡറിൽ.
നല്ല പാറ്റേൺ വന്നിട്ട് വീണ്ടും ബോർഡറിൽ ആ ഒരു ഗ്രീൻ ടോണിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡറിൽ വരുമ്പോൾ മാത്രമാണ്, എഡ്ജിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്ക് വരുന്നത്. മുന്താണി ഈ ഒരു സ്റ്റൈലായിരിക്കും. സാരിയുടെ പല്ലു ഫ്ലോറൽ ഡിസൈൻസും അതിൽ ആ ഒരു ബാദല മിറർ വർക്കും വരുന്നുണ്ട്. വീണ്ടും നല്ലൊരു ട്രിപ്പിൾ കളറിലാണ് ആ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസ് വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും പല്ലു വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, ബ്രൗൺ ആൻഡ് ഗ്രേ ആ ഒരു ടോണിലാണ് മുന്താണിയും ബോഡിയും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. സെയിം പാറ്റേണിൽ തന്നെ രണ്ട് സ്ലീവിലും ബാക്ക് പോർഷനിലും വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഡിഫറെൻറ്റ് ഡിസൈൻസിലാണ് ഓരോ സാരിയും വരുന്നത് കേട്ടോ. ഇത് വരുമ്പോൾ നല്ലൊരു മഷ്റൂം മോട്ടീവ്സിലാണ് സാരി വരുന്നത്. അതിലും അതേ ചെയിൻ സ്റ്റിച്ച് പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്നത്. നല്ല സോഫ്റ്റ് കളറാണ്. ഒരു നാച്ചുറൽ ടെസറിൻ്റെ നാച്ചുറൽ ബേജ് ടോണിലാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ. അതിലും ഈ ഒരു പാറ്റേണിലാണ് നല്ലൊരു റസ്റ്റിക് ആൻഡ് ഒരു മാവ് ടോണിലാണ് ഒരു മഷ്റൂം മോട്ടീവ്സ് വന്നിട്ട് നല്ലൊരു ചെയിൻ സ്റ്റിച്ച് മോഡലിലായിരിക്കും വിത്ത് ബാദല മിറർ വർക്ക്. ബ്യൂട്ടിഫുൾ ബോർഡർ. അതേ മൾട്ടി കളർ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിൽ തന്നെ ആയിരിക്കും എഡ്ജ് വരുന്നത്. വീണ്ടും അതേ പാറ്റേണിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് മുന്താണി ഈ ഒരു സ്റ്റൈലായിരിക്കും പല്ലു വരുന്നത്. നല്ലൊരു ലൈറ്റ് ചിക്കു ബേജ് ബ്ലെൻഡഡ് ആട്ടോ സാരിയുടെ ബേസ് വരുന്നത്. അതിലാണ് ഒരു റസ്റ്റിക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഇതായിരിക്കും സ്റ്റൈൽ വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് ഒരു ഗ്രേയിഷ് കോപ്പർ ആണ്. കോപ്പർ ത്രെഡും ഗ്രേയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് സാരിയിൽ വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി നല്ല പാറ്റേണിലാട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. അതിലൊരു ഗ്രീൻ ആൻഡ് കോപ്പർ ആണ് കോമ്പിനേഷൻ വരുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. അതിൽ സെൻറ്ററിൽ വരുമ്പോൾ ഒരു ബാദല മിറർ വർക്ക് വന്നിട്ട് നല്ലൊരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും ഒരു മോട്ടീവ്സ് വരുന്നത്. ഇത് ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. നല്ല എലഗൻ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും കേട്ടോ സാരിക്ക്. എപ്പോഴും ഈ സാരീസിന് കോൺട്രാസ്റ്റ് ഇതിലുള്ള ഈ ഒരു ലൈൻസിൽ ഏതെങ്കിലും ഒരു കളർ, സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും കറക്റ്റ് ആപ്റ്റ് ആയിട്ട് വരിക. ആ ഒരു ലെതർ സ്റ്റിച്ച് പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ ആ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. മുന്താണി ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഒരു കോപ്പറിഷ് മൗ ടോൺ, ഗ്രേ, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. ഇതിലൊരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് ബോഡി വരുന്നതും ഒരു ഡ്യുവൽ ടോണിൽ തന്നെ ആയിരിക്കും. നല്ലൊരു പിസ്ത ഗ്രീൻ വിത്ത് മൗ ടോൺ ആണ് സാരിയുടെ പല്ലു. ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. സോഫ്റ്റ് സെമി ടെസർ ആയിരുന്നു സാരിയുടെ ഫാബ്രിക്. നല്ല ഡിഫറെൻറ്റ് പാറ്റേണിലായിരുന്നു ഓരോ ഫ്ലോറൽ ഡിസൈൻസും വന്നത്. ഇത് വരുന്നത് സീ ഗ്രീൻ ആണ് സാരിയുടെ കളർ വരുന്നത്. നല്ലൊരു അക്വ ഗ്രീൻ ആണ് ബേസ് വരുന്നത് സാരിയിൽ. അതിലും നല്ലൊരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇത് വരുന്നത് ഒരു ആപ്ലിക് വർക്കിന്റെ എല്ലാം ഒരു മോഡലിലാട്ടോ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കണ്ടോ, ഒരു ആപ്ലിക് വർക്ക് ചെയ്തിട്ട് അതിലാണ് ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണും ബാദല മിറർ വർക്കും വരുന്നുണ്ട്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ്. ബോഡി കംപ്ലീറ്റ് ഒരു സ്മോൾ ഒരു ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നുണ്ട്. സെയിം ഈ ഒരു ആപ്ലിക് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും എൻ്റർ ബോഡിയിലും വരിക. ബോർഡർ ഈ ഒരു സ്റ്റൈലാണ്. ബോർഡറിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. മുന്താണി ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഈ ഒരു സ്റ്റൈലിൽ ബാദല വർക്കിലായിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് ബോഡിയും പല്ലുവും തമ്മിലുള്ള ഒരു മെർജിങ് കോമ്പിനേഷൻ ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് കളർ പാലറ്റിലായിരിക്കും സാരിയുടെ ആ ഒരു ഡിസൈൻസ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ്.